Hello friends, welcome to iStudio Online and Rajiv. നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറിയൊരു ടേബിൾ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോസ് ചെയ്യുന്ന റൂമിലേക്ക് എല്ലാം മാറ്റി. മുൻപ് എനിക്ക് ഇതുപോലെ ടേബിൾ ചെയർ ഒന്നും ഇല്ലായിരുന്നു, തറയിലിരുന്നായിരുന്നു ചെയ്തിരുന്നു. മീൻസ് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ട് നാട്ടിലെ കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടുവന്നില്ല. അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് തറയിലുണ്ടാക്കിയാണ് ഇത്ര നാളും ചെയ്തിരുന്നത്. അപ്പം നമുക്കിവിടെ ചെറിയൊരു ടേബിൾ അതുപോലെ ചെയറൊക്കെ ആയി. ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ചെറിയൊരു പൂനെ ട്രിപ്പിലായിരുന്നു. ഇന്ന് പൂനെയിൽ നിന്നും വന്നതേ ഉള്ളൂ, ഇന്ന് രാവിലെ. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഈ ഐറ്റം കിട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ റോഡ് വീഡിയോ മൈക്ക് പ്രോ പ്ലസ് ആണ്. അതായത് നമുക്ക് ഔട്ട്ഡോർ നമ്മൾ എന്തെങ്കിലും വ്ളോഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻഡോറും ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്ളോഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സറൗണ്ടിങ് ഏരിയയുടെ സൗണ്ട് കിട്ടാതെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറയുന്ന സൗണ്ട് മാത്രം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മൈക്കാണ് റോഡ് വീഡിയോ മൈക്ക് പ്രോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഇപ്പോഴൊക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സൂം H1 നമ്മുടെ ഇൻഡോർ ഓഡിയോ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഔട്ട്ഡോറും നമ്മൾ ചെയ്തിരുന്നത് സൂം H1 പക്ഷേ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ആംബിയൻ്റ് നോയ്സ്, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ നോയ്സും ഈ സൂം H1 ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇത് റോഡിൻ്റെ വീഡിയോ മൈക്ക് പ്രോ പ്ലസ് എന്ന് പറയുന്ന മൈക്കാണ്. ഞാനിത് വാങ്ങിയത് വീഡിയോ ലിങ്ക്സിൽ നിന്നാണ്. കേരളത്തിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനം കിട്ടുന്ന ഒരു കമ്പനിയാണ് വീഡിയോ ലിങ്ക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ അവരുടെ പേര് കാണാവുന്നത് കൊണ്ടും ജസ്റ്റ് അവരുടെ പേര് പറയുന്നതെന്ന് മാത്രം. നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ടേബിൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റം ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. 4GB നിന്ന് 8GB സിസ്റ്റം ആക്കി. 8GB റാമുള്ള സിസ്റ്റം. അതുപോലെ 32 ബിറ്റ് എന്ന് പറഞ്ഞൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ 32 ബിറ്റ് സിസ്റ്റം മാറ്റി 64 ബിറ്റ് ആക്കി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ എപ്പോഴും 64 ബിറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് പുതിയ സോഫ്റ്റ്വെയറുകൾ 32 ബിറ്റിൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് എപ്പോൾ പുതിയ ഒരു സിസ്റ്റം നിങ്ങൾ വാങ്ങിയാലും അത് 64 ബിറ്റ് ആയിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അൺബോക്സിങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവിലായിരിക്കും. പുതിയൊരു സോഫ്റ്റ്വെയറാണ്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പുതിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുണ്ട്, എനിക്ക് പുതിയൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണാനിടയുണ്ട്. ചെറിയ ട്യൂട്ടോറിയലൊക്കെ നോക്കിയിരുന്നു, കണ്ടിട്ട് അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല ഒരു ബേസിക് എഡിറ്റിങ്ങിനൊക്കെ. പക്ഷേ ആക്ച്വലി ഇതൊരു കോംപ്ലിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ബേസിക് എഡിറ്റിങ് ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളുമായിട്ട് വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പുറത്തെ കവർ ഞാനൊന്ന് പൊളിക്കുകയാണ്. അതുപോലെ ഞാനിത് ഓർഡർ ചെയ്തത് ഇന്നലെയാണ്. ഇന്ന് വൈകിട്ട് തന്നെ ബാംഗ്ലൂർ സാധനം എത്തി. അതായത് തൃശ്ശൂരാണ് വീഡിയോ ലിങ്ക്സിൻ്റെ ഷോപ്പുള്ളത്. അവരവിടുന്ന് വളരെ ഇമ്മീഡിയറ്റ് ഡെലിവറി എന്ന് തന്നെ പറയാം. നമ്മൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 മുതൽ 7 ദിവസം വരെ ടൈം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോ മൈക്ക് പ്രോ പ്ലസിൻ്റെ വില ഏകദേശം വീഡിയോ ലിങ്ക്സിൽ നിന്ന് കിട്ടുന്ന വില 22,150 22,150 ആണ്. ഒരു പ്രൊഫഷണൽ മൈക്കാണിത്. ഓക്കെ, ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്ച്വൽ കവറിങ് കാണാം. അതുപോലെ തന്നെ തെർമോക്കോൾ ഇവിടെ പടരാതെ ജസ്റ്റ് സ്മൂത്തായിട്ട് ഇതിനകത്ത് ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോഡ് വീഡിയോ മൈക്ക് പ്രോ പ്ലസ് ഓൺ ക്യാമറ ഷോർട്ട് ഗൺ മൈക്രോഫോൺ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ഗൺ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ ഷേപ്പാണ് അതിന്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സൗണ്ട് മാത്രമേ ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മൈക്കിന് സൈഡിൽ നോക്കിയാൽ ഇവിടെ 10-year വാറണ്ടി, അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് റൈക്കോട്ട് ലയർ സസ്പെൻഷൻ എന്നൊക്കെ കാണാം. ഇൻക്ലൂഡ്സ് LB1 ലിത്തിയം അയൺ ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഓപ്റ്റിമൈസ്ഡ് വിൻഡ്ഷീൽഡ് ഷേപ്പും ഇതിനുണ്ട്. വേണമെങ്കിൽ നമുക്ക് വേറൊരു ഡെഡ് ക്യാറ്റ് ഇതിന് മുകളിൽ യൂസ് ചെയ്യാം. പക്ഷേ നോർമലി എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഡെഡ് ക്യാറ്റ് അധികം യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിപ്പോൾ പീറ്റർ മെക്കനൻ്റെ ഒക്കെ വീഡിയോ നോക്കിയാൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് സെയിം മൈക്ക് തന്നെയാണ്. മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വളരെ പോപ്പുലർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 10 വർഷം വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോഡ് വീഡിയോ മൈക്ക് പ്രോ പ്ലസ്. അതുപോലെ തന്നെ ഇതിൻ്റെ വയേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണിത്. അതുപോലെ തന്നെ ഈ മൈക്കിനുള്ളിൽ നമ്മൾ ബാറ്ററി ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മൈക്കാണ്. പക്ഷേ ഈ ബൈക്കിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇട്ടത് കഴിഞ്ഞിട്ട് ഇതിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ഈ മൈക്ക്. അതിന് പകരം നമ്മൾ ക്യാമറയിൽ കണക്ട് ചെയ്ത് ക്യാമറ എപ്പോൾ ഓൺ ആകുന്നോ അതിനനുസരിച്ച് തന്നെ ഈ മൈക്കും ഓൺ ആകും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പക്ഷേ നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ നമുക്ക് പുറകിലുണ്ട്. മീൻസ് നമ്മുടെ യൂസ് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് ഓഫ് ചെയ്യാം. മീൻസ് ക്യാമറയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മാനുവലൊക്കെ ഒന്ന് എടുക്കാം. ഓക്കെ, നമുക്കിതിൽ ഒട്ടനവധി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെയാണ് ഈ മൈക്ക് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ബാറ്ററി ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ലാച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു മൈക്ക് ഇതുപോലൊരു സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സർവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ വേറൊരു സൗണ്ടും നമ്മുടെ മൈക്കിലേക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൈ തൊടുമ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കാം മൈക്കിൽ. ഓക്കെ, ആ സൗണ്ടൊന്നും നമ്മുടെ ക്യാമറയിലേക്ക് വരാതെ, അതായത് ക്യാമറയിൽ നമ്മൾ തൊടുമ്പോഴുള്ള സൗണ്ടൊന്നും മൈക്കിലേക്ക് വരാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇത്. ഇതിന് നമ്മൾ റൈക്കോട്ട് ലെയർ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ കവറിൽ നമ്മൾ കണ്ടു റൈക്കോട്ട് ലെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഈ മൈക്ക് നമ്മുടെ ക്യാമറയുടെ മുകളിൽ വെച്ച് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് ഈ മൈക്കിൽ ഒന്ന് ചെയ്യാം. നമുക്കിതുപോലൊരു പ്ലഗ്ഡ് ഇൻ മൈക്ക് അല്ലാതെ ചെറിയൊരു വ്യത്യാസം കാണും. നമ്മളൊരു ഇൻഡോറാണ് ചെയ്യുന്നത്, ഔട്ട്ഡോറിലാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് പവർ ബട്ടണിൽ ഒന്ന് കുറച്ച് നേരം പ്രസ് ചെയ്തിരുന്നാൽ നമുക്കിതുപോലെ സ്വിച്ച് ഓൺ ആകും. അതുപോലെ നമുക്കിതിൻ്റെ ഡെസിബൽ കൺട്രോൾ ചെയ്യാം. +20 വേണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യണോ, അതായത് കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ മതിയോ എന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹൈ പാസ് ഫിൽറ്റർ നമുക്കുണ്ട്. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഹൈ പാസ് ഫിൽറ്റർ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒത്തിരി ഡിസ്റ്റർബിങ് നോയ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മിനിമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് ഹൈ പാസ് ഫിൽറ്റർ. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് 75, 150 എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നുള്ളൂ, ഹൈ പാസ് ഫിൽറ്റർ. അപ്പോൾ നമുക്ക് +20 ഡെസിബലിൽ നമുക്ക് ജസ്റ്റ് ചെയ്ത് എങ്ങനെ സൗണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ റോഡ് വീഡിയോ മൈക്ക് പ്രോ പ്ലസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കൺക്ലൂഷൻ പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ദൂരെയാണ് ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമുക്കിതുപോലൊരു പ്ലഗ്ഡ് ഇൻ മൈക്രോഫോൺ കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് അത്രയും ദൂരത്ത് നിന്നാണ് ക്യാപ്ചർ ചെയ്തത്. അതുപോലെ തന്നെ +20 ഡെസിബലിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ +20 ഓപ്ഷൻ കളഞ്ഞിട്ട് നോർമൽ മോഡിൽ നമുക്ക് സൗണ്ട് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൗണ്ടിൻ്റെ പവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ഇനി നമുക്കൊരു -10 ഇടാം. -10 എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് സൗണ്ട് കുറച്ചും കൂടെ മീൻസ് അതിൻ്റെ വ്യാപ്തി കുറയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ +20 ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ ദൂരത്തുള്ള സൗണ്ട് ഇത് ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ -10 ആണെങ്കിൽ ആ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ദൂരം കുറയ്ക്കും. അപ്പോൾ നമുക്ക് -10 ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ട് -10 ചിലപ്പോൾ കുറവായിരിക്കാം. എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ.
ഞാൻ വീണ്ടും +20 ഇടുകയാണ്. മെയിൻ റീസൺ എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ +20 നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് റോഡ് വീഡിയോ മൈക്ക് പ്രോ പ്ലസിൽ കിട്ടും എന്നാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും +20 ഡെസിബലിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഇവിടെ കൺട്രോൾ ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ സെയിം ഒരു ഔട്ട്ഡോർ കൂടി ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ വേറെ നമുക്ക് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇനിയും മിക്കവാറും ഇൻഡോറിന് ഇത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്ലഗ്ഡ് ഇൻ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ സൂം H1 വളരെ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റോഡ് മൈക്ക് സൂം H1 കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു ബൂം കോളിലൊക്കെ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സൂം H1 നിന്ന് റോഡ് മൈക്ക് വഴി ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി വളരെ നന്നായിട്ട് കൂടും. ഇതിൻ്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വയറാണ്. നമ്മളിപ്പോൾ ഇത് ക്യാമറയ്ക്ക് മുകളിൽ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് വയർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ഇങ്ങനെ ഡാങ്കിൾ ചെയ്ത് കിടക്കും. നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ നീളമുണ്ട്. ഞാൻ കുറഞ്ഞൊരു വയർ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല. റോഡ് വീഡിയോ മൈക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു കണക്ടർ വളരെ ചെറുതാണ്. ഏകദേശം ഇത്രയും നീളമേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് ക്യാമറയുടെ ബോഡിയിലേക്ക് കൊടുക്കാനുള്ള നീളമേ ഉള്ളൂ. അത് ഇച്ചിരി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മൈക്ക് വെക്കുന്നതിനെക്കാട്ടും കുറച്ചൊരു പ്രൊഫഷണൽ ഫീൽ തോന്നുന്നത് നമ്മുടെ റോഡിൻ്റെ മൈക്ക് ഇതിന് മുകളിൽ വെക്കുമ്പോഴാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് ഔട്ട്ഡോർ നാളെ മറ്റന്നാളോ ഒന്ന് നോക്കാം. മൈക്ക് കുറച്ചും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മൾ മിക്കവാറും നാളെ തന്നെ നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഡാവിഞ്ചി റിസോൾവ് വെച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ. അപ്പോൾ എങ്ങനെ എനിക്കത് കംഫർട്ടബിൾ ആയിരിക്കും എന്നതനുസരിച്ചാണ് നമ്മുടെ ക്രിട്ടിക് റിവ്യൂ വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ വളരെ നന്ദി. നമ്മൾ ഓൾറെഡി 8000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഫോട്ടോഗ്രാഫി, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ് മുതലായ കാര്യങ്ങൾ താല്പര്യമുള്ളവർ, ചെറിയ വ്ളോഗുകൾ താല്പര്യമുള്ളവർ, ഞാൻ എന്നും ആഗ്രഹിക്കുന്നുണ്ട് ചെറിയ വ്ളോഗുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന്, പക്ഷേ നടക്കുന്നില്ല. എന്തായാലും ഉടനെ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല. നല്ല സൗണ്ട് ഇല്ല അല്ലെങ്കിൽ നല്ല ക്യാമറ ഇല്ല എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.